കേരളത്തിൽ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് LDF, UDF, NDA മുന്നണികൾക്ക് ഏറെ നിർണായകമാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ ക്ഷീണം തീർക്കാനുള്ള ശ്രമമാകും CPM നേതൃത്വം നൽകുന്ന LDF നടത്തുക. കേരളത്തിൽ പരമാവധി സീറ്റ് സ്വന്തമാക്കി ദേശീയ തലത്തിൽ പാർട്ടിയെ മെച്ചപ്പെട്ട നിലയിലെത്തിക്കാൻ CPM അതിശക്തമായി ശ്രമിക്കും. അതേസമയം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലുണ്ടായ പ്രകടനം നിലനിർത്താനാകും UDF ശ്രമിക്കുക. കാര്യങ്ങളത്ര ഈസിയാകില്ലെന്ന് കോൺഗ്രസ് പാർട്ടി നേതൃത്വം നൽകുന്ന UDFന് നന്നായി അറിയാം. പാർലമെന്റിലേക്ക് എന്ത് വില കൊടുത്തും അക്കൗണ്ട് തുറക്കാൻ BJPയും ശ്രമിക്കും. അങ്ങനെ കേരളത്തിൽ അതിശക്തമായ ത്രികോണ മത്സരം നടക്കുമെന്നത് ഉറപ്പാണ്. CPM ഏറെ ശ്രദ്ധയോടെയാണ് മുന്നോട്ടു പോകുന്നത്. കഴിഞ്ഞ തവണ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ തുടങ്ങിയെങ്കിലും അപ്രതീക്ഷിതമായി തിരിച്ചടിയുണ്ടായി. അതിനാൽ സ്ഥാനാർത്ഥി നിർണയം മുതൽ CPM അതീവ ശ്രദ്ധയോടെ മുന്നോട്ടു പോകുമെന്നത് ഉറപ്പാണ്. ഫെബ്രുവരി 27-ന് CPM സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കും. ശനി ഞായർ ദിവസങ്ങളിൽ ജില്ലാ കമ്മിറ്റികൾ സ്ഥാനാർത്ഥി പട്ടിക സംസ്ഥാന സമിതിക്ക് കൈമാറും. 15 സീറ്റിലാണ് ഇത്തവണ CPM മത്സരിക്കുക. CPM തങ്ങളുടെ ഒരു സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് വിട്ടു നൽകിയിരുന്നു. CPMന്റെ സ്ഥാനാർത്ഥികൾ എന്ന നിലയിൽ പല പേരുകളും പ്രചരിക്കുന്നുണ്ട്. CPMന് ആഴത്തിൽ വേരോട്ടമുള്ള ആറ്റിങ്ങൽ പോലും കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടിരുന്നു. മുൻ മന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ അടൂർ പ്രകാശാണ് ആറ്റിങ്ങലിൽ അട്ടിമറി വിജയം നേടിയത്. തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും വർക്കല MLAയുമായ വി ജോയിയാണ് ആറ്റിങ്ങലിലേക്ക് പരിഗണിക്കുന്നത്. മണ്ഡലത്തിൽ വി ജോയിയുടെ പേര് മാത്രമാണ് പരിഗണിച്ചത്. ജനകീയനായ വി ജോയിലൂടെ ആറ്റിങ്ങൽ തിരിച്ചുപിടിക്കാമെന്ന പ്രതീക്ഷയാണ് CPMനുള്ളത്. പത്തനംതിട്ടയിൽ TM തോമസ് ഐസക്കിന്റെ പേരിനൊപ്പം രാജു എബ്രഹാമിന്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട്. കൊല്ലവും CPMന് നഷ്ടപ്പെട്ട സീറ്റാണ്. CPMന്റെ ശക്തി കേന്ദ്രം എന്ത് വില കൊടുത്തും തിരിച്ചുപിടിക്കാനുള്ള ശ്രമം പാർട്ടി നടത്തും. LDFൽ നിന്ന് UDFിലേക്ക് ചേക്കേറിയ RSP നേതാവ് NK പ്രേമചന്ദ്രനാണ് ഇവിടെ 2 തവണയായി ജയിച്ചത്. കൊട്ടാരക്കര മുൻ MLA ഐഷ പോറ്റിയെ കൊല്ലത്ത് മത്സരിപ്പിക്കുമെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. ആലപ്പുഴയിൽ സിറ്റിംഗ് MP AM ആരിഫ് തന്നെ മത്സരിക്കാനാണ് സാധ്യത. എന്നാൽ പത്തനംതിട്ടയ്ക്കൊപ്പം ആലപ്പുഴയിലും മുതിർന്ന നേതാവ് തോമസ് ഐസക്കിന്റെ പേരും കേൾക്കുന്നുണ്ട്. എറണാകുളം, പൊന്നാനി, മലപ്പുറം, ചാലക്കുടി സീറ്റുകളിൽ ഇതുവരെയും തീരുമാനം ഉണ്ടായിട്ടില്ലെന്നാണ് അറിയുന്നത്. പൊന്നാനിയിലും എറണാകുളത്തും ജനസമ്മതിയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കാനാണ് സാധ്യത. വടകരയും CPMനെ സംബന്ധിച്ച് പ്രധാനമാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മുതിർന്ന നേതാവ് P ജയരാജന് അപ്രതീക്ഷിത തോൽവിയാണ് ഉണ്ടായത്. K മുരളീധരനാണ് ഇവിടെ ജയിച്ചത്. പാർട്ടിയിലെ മുതിർന്ന നേതാവ് തന്നെ വടകരയിൽ മത്സരിക്കുമെന്നാണ് വിവരം. കണ്ണൂരിനൊപ്പം വടകരയിലും മുൻ ആരോഗ്യമന്ത്രിയും MLAയുമായ KK ശൈലജയുടെ പേര് കേൾക്കുന്നുണ്ട്. മുൻ MP ജോയ്സ് ജോർജിന്റെ പേരിനാണ് ഇടുക്കിയിൽ മുൻതൂക്കം. ആലത്തൂർ മണ്ഡലത്തിൽ മന്ത്രിയായ V രാധാകൃഷ്ണന്റെ പേര് ചർച്ചയായെങ്കിലും മത്സരിക്കുവാൻ താല്പര്യമില്ലെന്ന് അദ്ദേഹം അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ AK ബാലൻ മത്സരിക്കുമെന്നാണ് കരുതുന്നത്. കോഴിക്കോട് എളമരം കരീമിനും DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫിനും സാധ്യതയുണ്ട്. കാസർഗോഡ് TV രാജേഷിന്റെയും വിജു കൃഷ്ണന്റെയും പേരുകളാണ് കേൾക്കുന്നത്. ജനകീയരും മുതിർന്നവരുമായ നേതാക്കളെ രംഗത്തിറക്കി പരമാവധി സീറ്റുകൾ ഉറപ്പിക്കാനാണ് CPMന്റെ ശ്രമം.